ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ ഡ്രഗ് ഫ്രീ കേരള സൈക്കിൾ ടൗണിന്റെ കോഴിക്കോട് തുടക്കമായി. കേരള പോലീസ്, എക്സൈസ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരിയിൽ നിന്ന് തുടങ്ങിയ റാലി തിരുവനന്തപുരത്ത് സമാപിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെയും കേരള പോലീസിന്റെയും എക്സൈസിന്റെയും വ്യാപാരി വ്യവസായിയുടെ എല്ലാം ആഭിമുഖ്യത്തിൽ താമരശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ റാലിയാണ് കോഴിക്കോട് എത്തിയിരിക്കുന്നത്. ഈ മാസം 26-ാം തീയതി തിരുവനന്തപുരത്താണ് ഈ ഒരു റാലി സമാപിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു റാലി പോകുന്നത്? ഞങ്ങൾ 25 സൈക്ലിസ്റ്റുകളാണ് നമ്മുടെ കൂടെ അണിനിരക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുണ്ട്, നമ്മുടെ കേരള പോലീസുണ്ട്, അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ വിവിധ സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത്. ഏകദേശം 15 വർഷമായി ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ നമ്മൾ രൂപീകരണം തുടങ്ങിയിട്ട് വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന അവസരത്തിൽ ഡി അഡിക്ഷൻ സെൻ്ററുകളിലേക്ക് പോകുന്ന പല കുട്ടികളെയും നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടായി. ഇവിടെയാണ് ഞങ്ങൾ ഇതിൻ്റെ ഭവിഷ്യത്തുകൾ വളരെ അധികരിച്ച് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ എളിയ ഒരു ദൗത്യം സമൂഹത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സമീപകാലങ്ങളിലൊക്കെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കേസുകൾ ഉണ്ടായിട്ടുള്ളതും അക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതൊക്കെ ഈ താമരശ്ശേരി ഭാഗത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ താമരശ്ശേരിയിൽ നിന്ന് ഈ ഒരു റാലി ആരംഭിക്കുന്നത്. 40ഓളം ആളുകളാണ് ഈ ഒരു റാലിയിൽ പങ്കെടുക്കുന്നത്. ഇവരുടെ റാലി തിരുവനന്തപുരത്ത് സമാപിക്കും. സമൂഹത്തിൽ ലഹരിക്കെതിരെ വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഒരു റാലി കടന്നു പോകുക. വിവിധയിടങ്ങളിൽ പ്രമുഖരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഈ ഒരു റാലിയിൽ അണിനിരക്കും. ഇന്ന് തുടങ്ങിയ റാലി 26-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കും. ക്യാമറ പേഴ്സൺ ജയ്സിൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഫൈസൽ ബാല, മീഡിയ 1 കോഴിക്കോട്.